അപ്പൊ നമ്മൾ ഇന്ന് ഐക്കയിൽ വന്നിട്ടുള്ളത് ആക്ച്വലി നമുക്കൊരു ഡൈനിങ് ടേബിൾ വേണം. നമ്മൾ ആ പഴയ ടേബിൾ മാറ്റിയിട്ട് നമ്മളൊരു പുതിയ ടേബിൾ വാങ്ങുന്നതാണ്. അപ്പോൾ ഒരു മോഡൽ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടു വാങ്ങുക എന്നല്ലേ നമ്മുടെ ഉദ്ദേശം. നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മൾ കണ്ട ടേബിൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. നമ്മള് പിന്നെ നമുക്ക് ഐക്കൊന്ന് കറങ്ങി കൊണ്ടാക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളത്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിയാണ്. നമ്മളൊരു ടേബിളിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കാൻ വന്ന സാധനം എവിടെ നിന്ന് കിട്ടിയോ? അപ്പൊ നമ്മളിങ്ങനെ കണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച ടേബിൾ എവിടെയാ ഉള്ളത് എന്നുള്ളത്. ഇവിടെ കാണാനാണ് കുറേ സംഭവം നല്ല അടിപൊളി കസേര. നമ്മൾ സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്ക്. നമ്മള് പഴയ മടിയൻ കസേര എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. നല്ല സുഖം. എന്താ മാളു പ്ലാൻസ് കണ്ടിച്ച് മാളുവിന് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടുത്തെ റേറ്റ് കാണുമ്പോൾ മാള് പറയുന്നത് മീഷോ ഒന്ന് എടുക്കാന്ന്. അങ്ങനെ നമ്മള് ടേബിൾ കണ്ടുപിടിച്ചു. ഇതിനെ നമ്മൾ ഐക്യയിൽ നമ്മൾ നോക്കിയതാണ് അവരുടെ സൈറ്റിൽ. അതിന് ശേഷം നമ്മൾ തപ്പി ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ഡൈനിങ് ടേബിളിന്റെ സെക്ഷനിലെത്തി. ഫൈനലി നമ്മൾ ആ ടേബിൾ കണ്ടുപിടിച്ചു. വൈറ്റ് ടേബിളാണ്. ഇതിന്റെ ബ്ലാക്ക് കളർ വരുമോ ഇല്ലെന്ന് നമുക്ക് ഇവിടെ കൗണ്ടർ ചോദിച്ചു നോക്കണം. കാരണം നമുക്ക് ബ്ലാക്ക് ആയിരുന്നു വേണ്ടത്. ബ്ലാക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ തന്നെ എടുക്കണം. നമ്മളെ ഡയമെൻഷൻ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നത് ഈ സാധനമാണ്. പിന്നെയുള്ളത് ഇതിനെക്കാളും കുറച്ച് ചെറുതാണ്. നമുക്കൊരു സാഡ് ന്യൂസ് ഉണ്ട്. സാധനം നോക്കി എല്ലാം റെഡി നമ്മൾ സെറ്റാക്കി. നമ്മൾ കൗണ്ടർ പോയി ചോദിച്ചു. സംഭവം സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അടുത്ത മാസമേ വരൂ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്തതും നമ്മുടെ ഡയമെൻഷനും പറ്റിയ സാധനം അതായതുകൊണ്ട് ഇനി അടുത്ത മാസം വരെ വെയിറ്റ് ചെയ്യാന്നിരിക്കുന്നു. ഇവിടെ നിന്നല്ലാതെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്നിരിക്കുന്നു. കാരണം സാധനം നമ്മൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ നമ്മുടെ വീട്ടിലെത്തിച്ചേരും. ഡെലിവറി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാന്നിരിക്കുന്നു. ഇനി അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാം അല്ലേ നമ്മളോ? അതുപോലെ തന്നെ ഇവിടെ നല്ല ചെയർസ് ഒക്കെ ഉണ്ട്. ഗെയിമിംഗ് ചെയർസും അതുപോലെ ഓഫീസ് ചെയർസ് ഒക്കെ കുറെ കാണാനുണ്ട്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ അതിന് പറ്റിയ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ. അപ്പൊ മാളു ലീവ് എടുക്കാത്തത് കൊണ്ടും മാളുവിന് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ടും നമ്മൾ നടത്തത്തിന് കുറച്ച് സ്പീഡ് കൂട്ടി. കാരണം നമ്മൾ ജസ്റ്റ് മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മളെടുത്ത മിനിമം സാധനങ്ങൾക്ക് ബില്ലും ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകണം. അങ്ങനെ ഇവരെ ഈ ഏരിയൻ്റെ കയറി കഴിഞ്ഞാല് ഇവരുടെ ഡയറക്ഷൻ ഇടുന്ന ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും കണ്ടു മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പം നമ്മൾ കിഡ്സിന്റെ ബെഡൊക്കെ ഉള്ള സെക്ഷനിലെത്തി. അങ്ങനെ നമ്മൾ 2 ചെയർ മാത്രം എടുത്തു. കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ 2 ചെയർ ഉണ്ട്. 2 ചെയറും കൂടി നമ്മൾ വാങ്ങി. ഇനിയിപ്പോൾ എന്തായാലും ടേബിൾ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നു. സാധനങ്ങൾക്ക് നമ്മൾ തന്നെ ഇതുപോലെ ഇവിടെ റാക്ക് ഉണ്ടാവും. ആ നമ്മൾ റാക്ക് കാണിച്ചു കൊടുക്കും. റാക്ക് നമ്മൾ എടുക്കുക, എന്നിട്ട് ബില്ലിങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ മേലെ തന്നെ ഒരു ടാഗ് ഉണ്ടാവും ഡിസ്പ്ലേക്ക് വെച്ച്. അതിന്റെ മുകളിൽ ഇത് ഉണ്ടാവുന്ന ലൊക്കേഷനും റാക്ക് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ റാക്ക് പോയിട്ട് നമ്മൾ തന്നെ സാധനം എടുക്കുകയെന്ന് വേണ്ടത്. അപ്പം മാളു സെൽഫ് പേയ്മെന്റ് ചെയ്യുന്നതാണ്. സെൽഫ് ചെക്കൗട്ട് ഉണ്ട് ഇവിടെ. നമ്മൾ സാധനങ്ങൾ എടുത്തു, സ്കാൻ ചെയ്തു. നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തോ, പുറത്തുനിന്ന് പോകുമ്പോൾ തന്ന വണ്ടിയിൽ നിന്ന്. ലോഡഡ് വെജ് ഹോട്ട് ഡോഗ് അതാ. അപ്പം നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യട്ടെ. അപ്പം മാളു ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ അതേപോലെ സെൽഫ് ബില്ലിങ്ങും അതല്ലാതെയുള്ള കൗണ്ടേഴ്സും കുറേ ഉണ്ട്. ഫുഡൊക്കെ മിനിമം സാധനങ്ങൾ എവിടെയുള്ളൂ. മാളു എന്താ വാങ്ങിയത്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ബിൽ കൗണ്ടേഴ്സ് ആണ്. ചില കൗണ്ടേഴ്സ് എനിക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മളെ എക്സിറ്റിലേക്ക് എത്തി. നമ്മൾ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പം നമ്മൾ ഐക്കയിൽ വന്ന് ശരിയായ കാര്യം നടന്നില്ല. പക്ഷെ നമ്മൾ എന്തായാലും ടേബിൾ കാണുക എന്നുള്ളതായിരുന്നു, നമ്മൾ കണ്ടു വാങ്ങുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ടേബിൾ നമ്മൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അപ്പൊ നമ്മള് 2 ചെയർസ് ആണ് വാങ്ങിയത്. സെയിം ചെയർസ് നമ്മളെ കയ്യിൽ 2 ഉണ്ട്. അതിന്റെ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ ഇട്ടതാണ്. ഇപ്പൊ 2 ചെയർസും കൂടി നമ്മൾ വാങ്ങി. ഇനി നമുക്കുള്ളത് ഇതിന്റെ ടേബിളാണ്. ടേബിൾ എന്തായാലും നമുക്കിനി ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. കാരണം ഇവിടെ ഇപ്പോൾ സ്റ്റോക്കില്ല, അടുത്ത മാസം സ്റ്റോക്ക് വരുമെന്ന് ഇവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം.
അങ്ങനെ അയക്കാന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോഴേക്കും ഏകദേശം സമയം ഉച്ചയായി. പിന്നെ നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ തലപ്പാക്കട്ടീന്റെ റെസ്റ്റോറന്റിൽ വന്നു. അവിടുന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. എനക്കൊരു ഓക്കെ എന്നാ തോന്നിയത്. പിന്നെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയാന്ന്. അപ്പൊ കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അപ്പൊ നമ്മളങ്ങനെ ടേബിൾ വാങ്ങാൻ പോയ നമ്മള് 2 ചെയറുമായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളതിനിപ്പം അസംബിൾ ചെയ്യണം. അപ്പം ടേബിൾ വന്നിട്ട് വേറെ അൺബോക്സിങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. അപ്പം നമ്മളെ ടേബിൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അൺബോക്സിങ്